നീതിപീഠത്തിനും പ്രായോഗികവൽക്കരിക്കാൻ കഴിയാത്ത ഒരു സത്യം. അതുകൊണ്ട് മനുഷ്യ മനസ്സിന്റെ തേട്ടമാണ് ഈ ലോകമല്ലെങ്കിൽ അടുത്ത ലോകത്ത് കിട്ടണം പൂർണ്ണമായ രക്ഷയും ശിക്ഷയും പ്രതിഫലം ലഭിക്കണമെന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യബുദ്ധിയുടെ, മനുഷ്യബോധത്തിന്റെ, മനുഷ്യനീതിബോധത്തിന്റെ ഈ പ്രസക്തമായ ചിന്തക്ക് ഖുർആൻ മറുപടി നൽകുന്നു. 4-ാം അധ്യായം നിസ 124-ാമത്തെ വചനം. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കറിൻ വഉൻസ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നകീറ. ആണാകട്ടെ പെണ്ണാകട്ടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന പക്ഷം അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് മാത്രമല്ല, ഒരു തരിമ്പും സട്ടാവ് അവരോട് അനീതി കാണിക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സ്വർഗ നരകം എന്നത് മനുഷ്യബുദ്ധിയുടെ നീതിബോധത്തിന്റെ തേട്ടമാണ്. നന്മകൾ ചെയ്യുന്നവർക്ക് പ്രതിഫലമായി സ്വർഗമുണ്ട്, തിന്മകൾ ചെയ്യുന്നവർക്ക് പ്രതിഫലമായി ശിക്ഷയായി നരകമുണ്ട്. ഖുർആൻ 2-ാം അധ്യായം ബഖറ 39-ാമത്തെ വചനം. വല്ലദീന കഫറു വകദ്ദബു ബിആയാതിന ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. സട്ടാവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്ത് അവന്റെ ദൈവിക ദൃഷ്ടാന്തങ്ങളെ വെല്ലുവിളിക്കുന്ന വ്യാജമാക്കുന്ന ആളുകൾ, അവർക്ക് നരകം സുനിശ്ചിതമാണ്, അവർ അവിടെ നിത്യവാസികളായിരിക്കുമെന്ന് ഖുർആൻ 2-ാം അധ്യായം ബഖറ 39-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ സ്വർഗ നരക ചിന്തകളും വിശ്വാസങ്ങളുമായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഭാരതത്തിലുള്ള ഋഷിവര്യന്മാരെ നയിച്ചിരുന്നത് എന്നാണ് ഉപനിഷത്തിന്റെ പേജുകൾ മറിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഉദാഹരണം, കഠോപനിഷത്തിന്റെ പ്രഥമ വല്ലിയിലെ പ്രഥമാധ്യായത്തിലെ 12-ാമത്തെ വചനം. സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി ന തത്രത്വം ന ജരയാ ബിഭേദി ഉഭയ തീർത്ഥാശനായ പിപാസേ ശോകാദിഗോ മോദതേ സ്വർഗലോകെ. സ്വർഗലോകത്തൊരർത്ഥത്തിലും ഭയമില്ല, അവിടെ ജരാനരകൾ ബാധിക്കില്ല, അവിടെ വിശപ്പും ദാഹവും ഉണ്ടാവില്ല, എല്ലാ അർത്ഥത്തിലുള്ള സുഖവും സൗകര്യങ്ങളും ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുന്നു സ്വർഗത്തെക്കുറിച്ച്. അതേസമയം നരകത്തെക്കുറിച്ച് ഈശാവാസ്യ ഉപനിഷത്തിന്റെ 3-ാമത്തെ വചനത്തിൽ അസൂര്യ നാമതേ ലോകേ അന്ധേന തമസാവൃത എന്ന് തുടങ്ങുന്ന വരികൾ. സൂര്യകിരണങ്ങളെ കാത്ത അന്ധകാരത്തിലായിരിക്കും അവർ ആപതിക്കുക. സ്വന്തത്തെ അറിയാത്ത, പരമാത്മാവിനെ മനസ്സിലാക്കാത്ത ആത്മഹത്യ ചെയ്യുന്ന ആളുകളെല്ലാം അവിടെ ആ അന്ധകാരത്തിൽ, ആ ദുഷിച്ച ലോകത്തിൽ ആപതിക്കുമെന്ന് ഈശാവാസ്യ ഉപനിഷത്തിന് 3-ാമത്തെ വചനം പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ സ്വർഗ നരക ചിന്തകൾ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മെ പഠിപ്പിച്ചത്. അതെ, സട്ടാവിന്റെ നേർക്കുനേരെയുള്ള സന്ദേശമായിക്കൊണ്ട് സ്വർഗമുണ്ട്, നരകമുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 കൂടിയ വരികളിൽ സ്വർഗലോകത്തിന് വേണ്ടി നിക്ഷേപങ്ങൾ കരുതണമെന്നും അവിടേക്ക് വേണ്ടി അധ്വാനിക്കണമെന്നും പഠിപ്പിക്കുന്ന മഹാനായ പ്രവാചകൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. അതേസമയം നരകത്തെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുന്ന പ്രവാചകന്റെ വരികൾ. അതെ, മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന് 43 മുതൽ 50 കൂടിയ വരികളിൽ. പാപം ചെയ്യാൻ കണ്ണോ കയ്യോ കാരണമാകുന്നുവെങ്കിൽ കയ്യും കാലും വെട്ടിമുറിക്കണം. ഒരു കാല് അല്ലെങ്കിൽ ഒരു കൈ അല്ലെങ്കിൽ കണ്ണ് ചൂഴ്ന്നെടുക്കണം. ഒറ്റക്കണ്ണനായി അതേ നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത്, 2 കണ്ണുകളുമായി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കണ്ണനായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. 2 കൈകളുമായി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റ കയ്യനായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. 2 കാലുമായി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കാലനായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഇങ്ങനെ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും വളരെ ശ്രദ്ധയോടെ ജീവിതം സൂക്ഷ്മതാബോധത്തോടെ ജീവിതം ചിട്ടപ്പെടുത്തണമെന്നും പഠിപ്പിക്കുന്ന യേശുവിന്റെ സാരോപദേശങ്ങളെ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 9-ാം അധ്യായം 43 മുതൽ 50 കൂടിയ വരികളിലൂടെ നമ്മൾ വായിക്കുന്നു. ചുരുക്കത്തിൽ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് സ്വർഗമുണ്ട്, നരകമുണ്ട്. ഈ പ്രമാണങ്ങൾ പഠിപ്പിച്ച ഈ പച്ചയായ സത്യത്തിൽ നിന്നും തെന്നിമാറിക്കൊണ്ട് പുനർജന്മ ചിന്തയും പുനർജന്മ വിശ്വാസവും കടന്നു വരികയാണ്. രാഹുൽ സംകൃത്യായത്തിന്റെ അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധ ഗ്രന്ഥമായ വശ്വദർശനങ്ങളിൽ പേജ് നമ്പർ 579 അദ്ദേഹം പറയുന്നത്, പുനർജന്മം എന്ന ചിന്ത ജൈവലി രാജാവും ബ്രാഹ്മണനായ ആരുണിയും കൂടെ മനുഷ്യർക്കിടയിൽ കൊണ്ടുവന്ന ഒന്നാണ്. ജനങ്ങൾ വൈദിക കർമ്മകാണ്ഡങ്ങളിൽ നിന്ന് തെന്നിമാറിയപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ജൈവലി രാജാവും ബ്രാഹ്മണനായ ആരുണിയും കൂടെ മുന്നോട്ട് വെച്ച ചിന്തയാണ് യഥാർത്ഥത്തിൽ പുനർജന്മ ചിന്ത എന്ന്. അപ്പോൾ ശുദ്ധ സ്വർഗ നരക ചിന്തകളിൽ നിന്ന് തെന്നിമാറി പുനർജന്മ ചിന്തയിലേക്കും വിശ്വാസത്തിലേക്കും പോയ ഒരവസ്ഥ. അതോടൊപ്പം തന്നെ ശുദ്ധ സ്വർഗ നരക ചിന്തകളിൽ നിന്ന് തെന്നിമാറിക്കൊണ്ട് ആദിഭാവ ചിന്തയിലേക്ക് തെന്നിമാറിയ വിശ്വാസങ്ങൾ. ഒരർത്ഥത്തിലും യേശു ആദിഭാവ ചിന്തയെ പഠിപ്പിച്ചിട്ടില്ല. അത്തരത്തിൽ ആദാം ചെയ്ത ഒരു പാപത്തിന്റെ ഫലമെന്നോണം ലോകത്ത് പിറക്കുന്ന മോണ കാട്ടിച്ചിരിക്കുന്ന സകല കുഞ്ഞുങ്ങളും പാപികളാണെന്നുള്ളൊരു ആശയമോ ഒരു അധ്യാപനമോ മഹാനായ പ്രവാചകൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സാരോപദേശങ്ങൾ നമുക്ക് കിട്ടില്ല.
മറിച്ച് മനുഷ്യരുടെ വിശ്വാസ കർമ്മങ്ങളാണ് അവൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള പ്രതിഫലത്തിനും ശിക്ഷയ്ക്കും രക്ഷയ്ക്കും കാരണമായി തീരുക. അതുകൊണ്ട് തന്നെ ഒരാൾ ചെയ്ത തെറ്റിൻ്റെ ഫലം അയാൾ തന്നെയാണ് അനുഭവിക്കേണ്ടത്, നിരപരാധികളായ മറ്റാളുകളല്ല. അതുകൊണ്ട് സ്വർഗ നരകം എന്നത് മനുഷ്യബുദ്ധിയുടെ, മനുഷ്യന്റെ നീതിബോധത്തിന്റെ തേട്ടമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ് നമ്മൾ, മരിച്ചു പോവേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് മരണത്തിന് മുമ്പ് സട്ടാവിനെ അറിയാൻ, അവന്റെ മാർഗത്തെ അറിയാൻ, അവന്റെ മാർഗദർശനത്തെ അറിയാൻ, അവന്റെ പ്രവാചകന്മാരെ അറിയാൻ, സ്വർഗ നരക ചിന്തകളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ ആശയത്തെ, ഈ മഹിതമായ ആദർശത്തെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ പരിചയപ്പെടുത്താൻ കടന്നു വന്ന അനവധി പ്രവാചകന്മാർ, ആ പ്രവാചക ശൃംഖലയിലെ അംഗങ്ങളാണ് അതേ അബ്രഹാമും ലോത്തും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും. ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ കുറിച്ച് പലരുടെയും ധാരണ മുസ്ലിങ്ങളുടെ പ്രത്യേക ഗോത്ര ദൈവം, അല്ലെങ്കിൽ അറബികളുടെ പ്രത്യേക നേതാവ് എന്ന് മാത്രം. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറയുന്നത് 34-ാം അധ്യായം സൂറത്ത് സബഇന്റെ 28-ാമത്തെ വചനം, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ വലാകിന്ന അക്സറ നാസി ലാ യഅലമൂൻ. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും, മുഴുവൻ മനുഷ്യർക്കും സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ, നരകത്തെക്കുറിച്ചുള്ള താക്കീത് നൽകാൻ സട്ടാവ് നിയോഗിച്ച പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഖുർആൻ പറഞ്ഞു, അതേ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും കാരുണ്യമായി കൊണ്ടാണ് പ്രവാചകരെ താങ്കൾ നാം നിയോഗിച്ചിട്ടുള്ളത്. 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 107-ാമത്തെ വചനം. അതെ, എല്ലാ അർത്ഥത്തിലും പ്രവാചക തിരുമേനിയിൽ നിന്ന് കാരുണ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്ർ, പച്ചക്കരളുള്ള ജന്തുവിനോട് പോലും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. ഇർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ഉപരിയിലുള്ള നാഥൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ, സമാധാനത്തിന്റെ പ്രവാചകൻ. ഇത്തരത്തിൽ സമാധാനവും കാരുണ്യവും പഠിപ്പിച്ച, മാനവ സഹോദര്യവും പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ വർഗീയ ചിന്തകൾക്ക് പ്രചോദനം നൽകും, എങ്ങനെ തീവ്രവാദ ചിന്തകൾക്ക് ആവേശവും പ്രചോദനവും നൽകും? ഒരിക്കലുമില്ല. പ്രവാചകന്റെ ജീവിതത്തെ തുറന്ന മനസ്സുമായി അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന ഒരാൾക്കും ആ പ്രവാചകന്റെ ജീവിതത്തെ ചൂണ്ടിക്കൊണ്ട്, ആ പ്രവാചകനിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള വികൃത ചിന്തകളെ, ആശയങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല എന്ന് ഗൗരവമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകം കണ്ട ഗ്രന്ഥമാണ് ഖുർആൻ. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം മാർഗദർശനം നൽകാനുള്ള ഗ്രന്ഥമല്ല, മറിച്ച് ഖുർആൻ തന്നെ പറയുന്നു, 2-ാം അധ്യായം ബഖറ 185-ാമത്തെ വചനം, ഹുദൽ ലിന്നാസ്, ഇത് മാനവർക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം, ലോകത്തുള്ള സകല മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം, സ്വയം ദൈവികമെന്ന് പ്രഖ്യാപിക്കുന്ന ലോകത്ത് നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആൻ 26-ാം അധ്യായം സൂറത്ത് ശൂറ 192-ാമത്തെ വചനം. ലോകങ്ങളുടെ നാഥനിൽ നിന്നാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, ലോകാവസാനം വരെയുള്ള സകല മനുഷ്യർക്കും മാർഗദർശനം നൽകിക്കൊണ്ട് അവരുടെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമൂഹ്യ മേഖലകൾ തുടങ്ങി മനുഷ്യ ജീവിതത്തെ സ്പർശിക്കുന്ന നിഖില മേഖലകൾക്കും ആ മേഖലകളിലെല്ലാം കടന്നു ചെന്ന് കൃത്യവും വ്യക്തവും പൂർണ്ണവും പ്രായോഗികവും മാനവികവുമായ മാർഗദർശനം നൽകുന്ന ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഖുർആൻ പഠിപ്പിക്കുന്നു, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഇതാ ഗ്രന്ഥം ഖുർആൻ, നേരായ ചൊവ്വായ വഴിയിലേക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം. വിശ്വസിക്കുന്ന സൽക്കർമ്മകാരികൾക്ക് ലഭിക്കാനിരിക്കുന്ന ശ്രേഷ്ഠമായ പ്രതിഫലത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥം. ഈ ഖുർആൻ ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും മാർഗദർശനം നൽകുന്നു. ഇത് ദൈവികമായി നിലകൊള്ളുന്നു. ലോകാവസാനം വരെ സട്ടാവിന്റെ സംരക്ഷണം ഇതിനുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആൻ 15-ാം അധ്യായം ഹിജ്ർ 9-ാമത്തെ വചനം. ഇത് നാമാണ് അവതരിപ്പിച്ചത്, ഇത് നാം തന്നെ സംരക്ഷിക്കുമെന്ന് ലോകങ്ങളുടെ നാഥന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെയുള്ള സകല മനുഷ്യർക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവില്ല, ന്യൂനതകളില്ല, പോരായ്മകളില്ല. ഏതൊരർത്ഥത്തിലും ശാസ്ത്രത്തിന്റെ, ചരിത്രത്തിന്റെ, ധർമ്മശാസ്ത്രത്തിന്റെ ഏത് മാനദണ്ഡങ്ങൾ എടുത്ത് വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ തയ്യാറായാലും ഒരർത്ഥത്തിലുള്ള ന്യൂനതയും ഒരർത്ഥത്തിലുള്ള പോരായ്മയും ഒരർത്ഥത്തിലുള്ള വൈരുദ്ധ്യങ്ങളും വിശുദ്ധ ഖുർആന്റെ ഒരായത്തുകളിലും ഖുർആന്റെ ആശയങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇല്ല എന്നതാണ് സത്യം. ഖുർആൻ പറഞ്ഞു, അതിന് തയ്യാറാകാൻ വിശുദ്ധ ഖുർആൻ അതിന് വെല്ലുവിളിക്കുന്ന ഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അവർ പഠിക്കുന്നില്ലേ?
ദൈവീകമല്ലായിരുന്നുവെങ്കിൽ നിരവധി അനവധി വൈരുദ്ധ്യങ്ങൾ അവർക്കതിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഖുർആൻ 4-ാം അധ്യായം നിസാ 82-ാമത്തെ വചനം. ഒരർത്ഥത്തിലുള്ള വൈരുദ്ധ്യങ്ങളും വിശുദ്ധ ഖുർആനിൽ കാണുക സാധ്യമല്ല. ലോകാവസാനം വരെയുള്ള സകല മനുഷ്യർക്ക് മാർഗദർശനം നൽകിക്കൊണ്ട് ഈ സട്ടാവിന്റെ ഗ്രന്ഥം നിലനിൽക്കുക തന്നെ ചെയ്യും. എന്നാൽ ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട